നമുക്കൊരു ജേർണലിംഗ് ആയാലോ? അപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട്, അതേപോലെ തന്നെ അന്ന് നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഈ ബുക്ക് തോറ്റിട്ടില്ല. അപ്പം ഇന്ന് എൻ്റെ കൺമുന്നിൽ പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു ജേർണലിംഗ് ആവാന്ന്. ഒരു ജേർണലിംഗ് എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ തീരെ ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ച് ഡയറീസാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഇയർ ഡേറ്റൊക്കെ എഴുതിയിട്ടുള്ളതില്ലേ, അതിലെനിക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനതിൽ ചെയ്യാറില്ല. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കവർ ചെയ്തിട്ട് ഇതിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ജേർണലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നേരിട്ട് കാണുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത്. അതേപോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നെപ്പോലെ ക്ഷമയില്ലാതെ ചെയ്യരുത്, കുറച്ച് ക്ഷമയോടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ജേർണലിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.